എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. നിലമ്പൂരിൽ നടക്കുന്ന അനാവശ്യ തെരഞ്ഞെടുപ്പായിരുന്നു. അനാവശ്യ തെരഞ്ഞെടുപ്പ് ഇത് ഒരു മനുഷ്യന്റെ വികാരം ഉയർത്തി കാണിക്കുന്ന കാര്യമാണ്. അവരുടെ അവകാശമാണ്. നമ്മുടെ ആവശ്യമാണ് അയാൾക്ക് അനാവശ്യമായിട്ട് പോകുന്നത്. ജഗതി പറയുന്ന പോലെ ഇയാൾക്ക് എന്ത് പൊളിറ്റിക്സ് അറിയാം? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചിപ്പ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. He's a good entrepreneur. More than that, nothing. He's a businessman. He's a tycoon. Let him keep his money with him. ഒരു ബിസിനസ്മാനാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമല്ല. He's not a politician. He's not a politician. He's not a social worker. Nothing. He's just a politician. And I just don't want to reveal more about anyone. You got my point, right? ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. ഇവിടുത്തെ ഈ ഊളത്തരം ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയക്കാർ ഇത്രയും നാൾ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കണേ. ഇവർക്ക് ധർമ്മശാസ്ത്രം അറിയോ, നീതിശാസ്ത്രമോ, ദണ്ഡനീതിയോ എന്തെങ്കിലും അറിയോ? ഒന്ന് ആൾക്കാരെ വരട്ടുക, മറ്റേ ഏജൻസി വെച്ച് അന്വേഷിപ്പിക്കുക, ഓടിപ്പിക്കുക, ഇതൊന്നും ഇനി നടക്കില്ല. ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം. നിലമ്പൂരിൽ നമുക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ. താല്പര്യമില്ലാത്തതെന്ന് പറയാൻ ആ അങ്കിൾ ബണ്ണിന്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത്? ആ അങ്കിൾ ബണ്ണ് എന്തെങ്കിലും പറഞ്ഞ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണോ ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത്? ഞാനടക്കം ഒരു സ്വയം സേവനാണ്. ഇതെല്ലാം OTC ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. നമ്മളെല്ലാം സ്വയം സേവക് തന്നെയാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. ഇതൊരു യുദ്ധം തുടങ്ങുകയാണ്. BJP-ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് 100%. ഇതൊരു മഹാഭാരത യുദ്ധ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവർ വലിയ ശക്തിയാണ്. നമ്മൾ പഞ്ചപാണ്ഡവർ 5 പേരേ ഉള്ളൂ. ഇവിടെ ഞാൻ വീണ്ടും ഐ എം റിപ്പീറ്റിംഗ് വൺസ് മോർ അഗൈൻ ആൻഡ് അഗൈൻ, ഇവിടുത്തെ ഓരോ അടിയും, അതായത് BJP-ക്ക് കിട്ടുന്ന, അവരുടെ കർണത്ത് കിട്ടുന്ന ഓരോ അടിയായിരിക്കും ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന വോട്ട്. നമ്മൾ ഇതിന് വട്ടുണ്ടോ? ആണോ? BJP വ്യതിചലിച്ചു പോകുന്നു എന്നാണ് 100%. BJP is now, they are known as a business Janata Party. They are not Bharatiya Janata Party. നരേന്ദ്രമോദിജിയുടെ പേരും വെച്ചിട്ട്, നരേന്ദ്രമോദിജിയുടെ ധീരമായിട്ടുള്ള ആക്ഷൻസും എടുത്തു വെച്ചിട്ട് ഇവിടെ ഇവർ കാണിക്കുന്നു. ഇവർക്ക് എന്താണ് ഇവർ ചെയ്തത്? ഇവർ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഇപ്പൊ തന്നെ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.